എന്താ ഇത്ര ആലോചിച്ചിരിക്കുന്നത്? ഇതെന്റെ ഒരു സംശയം മാത്രമായിട്ട് പറയുന്നതല്ല. അരുന്ധതി ഹോസ്പിറ്റലിലേക്ക് വന്നത് എന്നോടുള്ള പക വീട്ടാനായിട്ടാണ്. നിനക്കറിയോ, അവളിപ്പോഴും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ന് അവളുടെ റൂമിൽ നിന്ന് എനിക്ക് കൊടയും കിട്ടി. അതൊരു പെയിൻ കില്ലർ അല്ലേ, അതിനെന്താ? ആ മെഡിസിൻ ഡ്രഗ്സ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അവൾ എപ്പോഴും സൈക്കിക്കാണ്. എനിക്ക് ഉറപ്പാണ് അവൾ തന്നെയാണ് എൻ്റെ പേഷ്യൻസിനെ കൊല്ലുന്നത്. കഴിച്ചോ? കുഴപ്പമില്ല, ഇന്നലത്തേക്കാളും ബെറ്റർ ആയിട്ടുണ്ട്. വിളിക്കാൻ പറ്റാ. പറഞ്ഞു നോക്കാം. ഒരു സെക്കൻഡ്. ഓക്സിജൻ ലെവൽ ഓക്കെ ആണോ? ഹൈഡ്രോക്സൈഡ് 200 mg. ഓക്കെ സർ. പൾസ് വീക്കാണ്. റിതം ചെക്ക് സ്റ്റേബിളാണ് സർ. ഇറ്റ്സ് ഓക്കെ, പേടിക്കണ്ട. വൈറ്റൽസ് ഒക്കെയാണ് ഓക്കെ. നിങ്ങളിവിടെ തന്നെ ആണ്. എന്ത് എമർജൻസി ഉണ്ടെങ്കിൽ വിളിക്കണം. അങ്ങനെയൊന്നുമല്ല, ഞാൻ ഒഴിവാക്കിയതൊന്നുമല്ല. ഒന്നും പറയാം. പെട്ടെന്നൊരു പേഷ്യന്റ് ക്രിട്ടിക്കലായിരുന്നു. അയ്യോ, ഫോൺ വെക്കല്ലേ, ഞാൻ പറയുന്നത്. അവർക്ക് സ്ഥിരം ഈ നഴ്സിംഗ് എല്ലാം അടിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ഇപ്പം രക്ഷപ്പെടുത്താൻ പറ്റിയത്. ഞാനെത്താൻ അല്പം വൈകിയിരുന്നെങ്കിൽ ഡാനിയലിൻ്റെയും നിർമ്മലിൻ്റെയും അതേ അവസ്ഥ തന്നെ ആവുമായിരുന്നു. റോസമ്മയുടെ സാച്ചുറേഷൻ നോർമലായിരുന്നു. ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് നോർമലായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ റെസ്പിറേറ്ററി അറ്റാക്ക് വന്ന് മരണത്തിലേക്ക് പോകുന്നത് സാധാരണമല്ല. എന്താ പ്രകാശ പറഞ്ഞു വരുന്നേ? മരണകാരണമായിട്ടുള്ള എന്തെങ്കിലും ഒരു മെഡിസിൻ റോസമ്മയുടെ ബോഡിയിൽ ആരെങ്കിലും ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഉടനെ ബ്ലഡ് ചെക്ക് ചെയ്യണ്ടേ? എടാ, ഒരു ഗവൺമെൻറ് ടോക്സിക്കോളജിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ ഈ ചെന്ന് തീർത്തില്ലേക്കില്ല. പിന്നെ നിന്റെ പേഴ്സണൽ ഡ്രസ് കാരണമാണ് ഞാൻ ഇവിടുന്ന് തന്നെ. നീ പറഞ്ഞ പോലെ സ്പെസിഫിക് കോമ്പൗണ്ട് അതിനകത്തുണ്ട്. എന്താണത്? എടാ, നീ ബ്ലഡിൻ്റെ സാമ്പിൾസ് ഒക്കെ ഇപ്പോൾ തന്നിട്ടല്ലേ ഉള്ളൂ. ട്രേസ് ഔട്ട് ചെയ്ത് വരണം. ഗിരീഷിന് ഇനി എത്ര സമയം വേണ്ടി വരുന്നു? ഒരു 2 weeks ടൈം. ഓക്കെ. ഞാൻ വേറെ കാര്യം നിന്നോട് ചോദിച്ചോട്ടെ, നീ എന്തിനാ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടത്തുന്നത്? ഇത് ഹോസ്പിറ്റൽ മാനേജറിനോട് പറഞ്ഞിട്ട് ഇതൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് ചെയ്തുകൂടെ? അതൊക്കെ ഞാൻ നോക്കിയതാ ഗിരീഷേ, ഒരു രക്ഷയില്ല. എന്തായാലും നീ ഇതൊന്ന് മാക്സിമം സ്പീഡപ്പ് ആക്കാൻ നോക്ക്. ബാക്കി നമുക്ക് റിസൾട്ട് ഒന്ന് നോക്കാം. ശരി.
സാറ് ഞങ്ങളോട് ചോദിച്ചില്ലേ ആരെങ്കിലും അനാവശ്യമായിട്ട് സാറിന്റെ പേഷ്യൻസിൻ്റെ അടുത്ത് പോകാറുണ്ടോ എന്ന്? ഉണ്ട് സാർ. അന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ അരുന്ധതി മാഡം, സാറിന്റെ പേഷ്യൻസ് എല്ലാം മാഡത്തിന്റെയും പേഷ്യൻസ് അല്ലേ? റൗണ്ട്സ് ഇല്ലാത്തപ്പോഴും അരുന്ധതി മാഡം പേഷ്യൻസിൻ്റെ അടുത്ത് പോകാറുണ്ട് ഇല്ലേ? ആ അതെ സാർ, അത് ഞാനും കണ്ടിട്ടുണ്ട്. ശരി, തൽക്കാലം നിങ്ങളിത് വേറെ ആരോടും പറയണ്ട. ഹലോ, കാർഡിയക് സർജൻ അരുന്ധതിക്കൊന്ന് കണക്ട് ചെയ്യൂ. ഹലോ, അരുന്ധതി, ഇത് പ്രകാശാണ്. ഇവിടെ പേഷ്യൻസ് ഉണ്ട്. എന്താ കാര്യം? എനിക്കൊന്ന് നേരിട്ട് കാണണം. ഇവിടെ വെച്ച് വേണ്ട, പുറത്തെവിടെയെങ്കിലും വെച്ച് മതി. എനിക്ക് തന്നോടൊന്നും സംസാരിക്കാനില്ല. അരുന്ധതി, ഐ എം നോട്ട് ട്രൈങ് ടു ഡിഗ് അപ്പ് അവർ പാസ്റ്റ്. ഇത് നമ്മളെ മാത്രം സംബന്ധിച്ച കാര്യമല്ല. നേരിട്ട് കണ്ടേ പറ്റൂ, അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് അരുന്ധതി ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും. ഹായ് പ്രകാശ്, പീറ്റർ. അരുന്ധതിയുടെ പാർട്ട്ണറാണ്. എനിക്ക് അരുന്ധതിയോട് ഒറ്റയ്ക്കാണ് സംസാരിക്കേണ്ടത്. ഓക്കെ, ഇന്ന് നിങ്ങൾ സംസാരിക്കും. ഞാൻ പുറത്തുണ്ടോ? എന്തായാലും ഒന്ന് വേഗം പറയൂ. എനിക്ക് പോയിട്ട് വരെ പണിയുണ്ട്. നീ ഇപ്പോഴും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടോ? ഇത് ചോദിക്കാനാണോ ഇത്രയും വലിയ ബിൽഡപ്പ് വന്നത്? എൻ്റെ പേഴ്സണൽ കാര്യമല്ലേ, താൻ അറിയേണ്ട ആവശ്യമില്ല. അറിയണം, അറിഞ്ഞേ പറ്റൂ. എന്തിന്? നമ്മുടെ ഹോസ്പിറ്റലിൽ ആരോ ഒരാൾ എൻ്റെ പേഷ്യൻസിന് മനഃപൂർവ്വം ഒരു മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ദെയർ ഡെത്ത്. അത് നീയാണോ എന്നാണ് എൻ്റെ സംശയം. ഹലോ, ഹലോ 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 മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റൽ. ഹലോ ഒരു അനോണിമസ് ഫോൺ കോളിന്റെ പേരിൽ നിങ്ങൾ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ അതൊരു പ്രാങ്ക് കോൾ ആയിരിക്കും. പക്ഷെ മീഡിയാസ് ഒക്കെ അറിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കും. സ്റ്റാഫ് എല്ലാവരും തന്നെ ഇപ്പൊ പാനിക്കാണ് സാർ. സാർ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ആവശ്യമുണ്ടെങ്കിൽ പോലീസിനെ കൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കാം. തൽക്കാലം നിങ്ങൾ പൊക്കോ. ശരി സാർ. ഓക്കെ സാർ. ലീവ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു സാർ. എനിക്ക് കുറച്ചും കൂടി ലീവ് എക്സ്റ്റെൻഡ് ചെയ്യണം. ലീവൊക്കെ തരാം, ബട്ട് വൺ കണ്ടീഷൻ. എനിക്ക് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കേസ് താൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. തൽക്കാലം അൺഒഫീഷ്യലായിട്ട് മതി. പിന്നെ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് തോന്നിയാൽ അത് ഒഫീഷ്യലാക്കാം. എന്നെ ഒന്ന് ഒഴിവാക്കി തരണം സാർ. ഞാനിപ്പോൾ ഒരു നല്ല മൂഡിലല്ല. തനിക്ക് എന്താ പറ്റിയേ? സാർ, കഴിഞ്ഞ വർഷം ഞാനൊരു കുറ്റപത്രം സമർപ്പിച്ച കേസില്ലേ? ഏത്? ആ പോക്സോ കേസോ? കഴിഞ്ഞ ആഴ്ച അയാൾ കോടതി വെറുതെ വിട്ടു. തെളിവുകളുടെ അഭാവം പോലും. എനിക്കതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എടോ, താനൊരു പോലീസുകാരന്. തൻ്റെ ജോലി കുറ്റവാളികളെ കണ്ടെത്തി പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുക എന്നത് മാത്രമാണ്.
ബാക്കിയൊക്കെ കോടതി തീരുമാനിക്കും. എന്നാലും കുറച്ചും കൂടി എവിഡൻസ്, സയന്റിഫിക് എവിഡൻസ് കണ്ടെത്തേണ്ടതായിരുന്നു. താൻ പണ്ട് മുതലേ ഇങ്ങനെ ആവശ്യമില്ലാതെ അന്വേഷിക്കുന്ന കേസുകളൊക്കെ എടുത്ത് തലയിലാക്കും. എന്നിട്ട് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ തോളിക്കേറ്റും. ഞാൻ പറയുന്ന കാര്യം ഒന്ന് അന്വേഷിക്കേ. ശരി, ഞാൻ എന്താ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്? മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റൽ, അവിടുത്തെ CEO ഗോപിനാഥ് എൻ്റെ അടുത്ത ഫ്രണ്ടാ. എനിക്കറിയാം. ഓർഫനേജിൽ എൻ്റെ ഗാർഡിയൻ ആയിരുന്ന ഫാദർ ജോഷുവ അവിടെ വെച്ചാണ് മരിച്ചത്. ഇന്ന് ഹോസ്പിറ്റലിലേക്ക് ഒരു അനോണിമസ് കോൾ വന്നു. അവിടുത്തെ ജനറൽ മെഡിസിൻ പേഷ്യൻസിനെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ്. താനൊന്ന് പോയി അന്വേഷിക്കുക, അതിലെന്തെങ്കിലും സത്യമുണ്ടോന്ന്. പിന്നെ ഒറ്റയ്ക്ക് പോയാൽ മതി. ഒരു കാരണവശാലും മീഡിയാസിന് ഒരു തുമ്പും കിട്ടരുത്. ഇൻവെസ്റ്റിഗേഷൻ ഹോസ്പിറ്റലിൻ്റെ ഗുഡ്വില്ലിനെ ബാധിക്കുകയും ചെയ്യരുത്. ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം, ലീവ് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ. സർ, പിന്നെ ഇത് എങ്ങനെയാണ് ലീവ് ആവുന്നത്? ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നടന്ന ചിലപ്പോൾ ലീവ് സമയത്തും ഡ്യൂട്ടി ഇടേണ്ടി വരും.